ഇറ്റലിയിലെ മജരത്തായിൽ 1356 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. 1356 ഏപ്രിൽ 25 മജരത്തായിലെ ഒരു ബെനഡിക്റ്റൻ പുരോഹിതൻ വിശുദ്ധ കാതറിൻ്റെ പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. ഈ പുരോഹിതന് തിരുവോസ്തിയിലെ ക്രിസ്തു സാന്നിധ്യം സംശയമായിരുന്നു. അന്നും അവിശ്വാസത്തോടെയാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. അദ്ദേഹം തനിക്ക് തിരുവോസ്തി സ്വീകരിക്കുന്നതിനു വേണ്ടി രണ്ടായി പകുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംശയം ബലപ്പെട്ടു. തൽക്ഷണം തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകി കാസയിലും കോർപ്പറലിലും വീണു. അത്ഭുതത്തോടും ആശ്ചര്യത്തോടും ആ പുരോഹിതൻ, "കർത്താവേ, അങ്ങ് തിരുവോസ്തിയിൽ സത്യമായും സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു" എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ചു. ദേവാലയത്തിലുണ്ടായിരുന്നവരെല്ലാം ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷികളായി. ആ വൈദികൻ ഉടൻ തന്നെ ബിഷപ്പ് നിക്കോളാസിന് വിവരമറിയിച്ചു. അദ്ദേഹം ആ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തിരുശേഷിപ്പുകൾ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ജൂലിയാനയുടെയും കത്തീഡ്രലിൽ തിരുരക്തം വീണ കോർപ്പറൽ പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിച്ചു. 1493 ഇത്. പിന്നീട് ഇവിടെ 40 മണിക്കൂർ ആരാധന ആരംഭിച്ചു. എല്ലാ വർഷവും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ തിരുരക്തം പതിഞ്ഞ ഈ കോർപ്പറലുകൾ ആഘോഷമായ പ്രദക്ഷിണമായി നടത്തിവരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ കൂദാശകളുടെ പരികർമ്മികളായ പുരോഹിതരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ ശുശ്രൂഷയിൽ അവർ വിശ്വസ്തരായിരിക്കുവാനും നല്ല ജീവിത മാതൃക വഴി എല്ലാവരെയും അങ്ങേ സന്നിധിയിലേക്ക് ആകർഷിക്കുവാനും എല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.